ഇന്ന് ശിവാനിയുടെ പിറന്നാളായിരുന്നു. അതായത് ശിവാനിയുടെ ജന്മനക്ഷത്രം രോഹിണി വരുന്ന ദിവസം. അതുകൊണ്ട് രാവിലെ അമ്പലത്തിൽ പോയി. വെളുപ്പിനെയൊന്നുമല്ല പോയത്, അമ്പലം അടയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് പോയത്. അമ്പലത്തിൽ ആരും ഇല്ലായിരുന്നു. സ്വസ്ഥമായിട്ട് പ്രാർത്ഥിച്ചു. ശിവാനി ഒരുക്കി ഫുഡൊക്കെ കൊടുത്തു വന്നപ്പോഴത്തേക്ക് കുറച്ച് താമസിച്ചു. രാവിലെ നല്ല മഴയായിരുന്നു. എന്തുവരെ ഞങ്ങൾ പോയപ്പോഴും വന്നപ്പോഴും ഒന്നും മഴ പെയ്തില്ല. മഴയായതുകൊണ്ടാണോ അതോ താമസിച്ചായതുകൊണ്ടാണോ എന്നറിയത്തില്ല, അമ്പലത്തിൽ തീരെ ആളില്ലായിരുന്നു. വണ്ടി നമ്മളെ കാത്തത് ഗേറ്റിൻ്റെ അവിടെ കിടപ്പുണ്ട്. വീട്ടിൽ വന്നിട്ട് ശിവാനിക്ക് മാത്രം വാഴയിലയിൽ നിന്ന് ചോറ് കൊടുക്കാമെന്ന് വെച്ചു. ശിവാനിക്ക് പരിപ്പും പപ്പടവും സാമ്പാറും മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതൊക്കെ കഴിക്കത്തുള്ളൂ. അത് തന്നെ കഴിക്കത്തില്ല. സാമ്പാറിനകത്ത് ക്യാരറ്റും കിഴങ്ങും മാത്രമേ ശിവാനിക്ക് കൊടുക്കത്തുള്ളൂ. അപ്പം ശിവാനി ഒരു തരത്തിലും കഴിക്കുന്നില്ലായിരുന്നു. കുറച്ച് കൊടുക്കും, തുപ്പി വിടും. കുറേ പാടുപെട്ട് കൊടുക്കാൻ. ആളിന് കാക്കയും പൂച്ചയൊക്കെ കാണിച്ച് വെളിയിലിറങ്ങിയാലേ ചോറ് കഴിക്കത്തുള്ളൂ. ഫോണൊന്നും കാണിച്ച് ഇതുവരെ കൊടുത്തിട്ടില്ല. ഫോൺ കാണിച്ച് ശീലിപ്പിച്ചിട്ടില്ല. കാക്കയും പൂച്ചയൊക്കെ കാണിച്ച് തന്നെയാണ് എങ്ങനെയെങ്കിലും കഴിപ്പിക്കാറ്. വിശപ്പാത്തതുകൊണ്ടായിരിക്കും ശിവാനി തീരെ കഴിച്ചില്ല ആഹാരം. വെളി കൊണ്ട് നടന്ന് കൊടുത്താലേ ശിവാനി കഴിക്കത്തുള്ളൂ. അതുകൊണ്ട് ശിവാനിയുടെ ചോറ് മുഴുവൻ ഞാൻ കഴിച്ചു. ചോറൊന്നും വേസ്റ്റ് ആക്കരുതല്ലോ, അതുകൊണ്ട് മുഴുവൻ ഞാൻ കഴിച്ചു. പിന്നെ ഞാൻ എൻ്റെ ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ശിവാനിക്ക് അമ്മ കാക്കയെ കാണിച്ച് ചോറ് കൊടുക്കുവാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.